സിസ്റ്റർ അനു, സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നാണ് തിരിച്ച് നമ്മൾ വീണ്ടും കാണുന്നത്. അതെ സർ. ഒരു OT നഴ്സായ അനു ഒരു വലിയൊരു ആക്സിഡൻറ്റിലൂടെ പാസ് ചെയ്തു. ഒരുപാട് യാതനയിലൂടെ കടന്നു പോയിട്ടാണ് തിരിച്ചു വന്നത്. ശരിക്കും എനിക്കും നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ സെൻ്ററിലെ എല്ലാ സ്റ്റാഫിനും അനുയുടെ ആ കഥ, ആ റിക്കവറിയും തിരിച്ചു വരവിനെ പറ്റിയൊന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ സർ ജനുവരിയിലായിരുന്നു സംഭവം. ജനുവരി 2-ാം തീയതി രാവിലെ ഡ്യൂട്ടിക്ക് വരുമായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ബൈക്കിൽ. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും തിരുവല്ല പുല്ലാട് വെച്ചിട്ട് ഒരു കാറ് വന്ന് പുറകിൽ നിന്ന് ഇടിക്കുകയുണ്ടായത്. എൻ്റെ ഇടത് കാലിലേക്ക് ബൈക്കിലായിരുന്നു ഞാൻ ബൈക്കിൻ്റെ പുറകിലിരിക്കുമായിരുന്നു. കാറ് വന്നിടിച്ചു, ഇടത് കാലിൽ വന്നിടിച്ചു. ഞാൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയാണ് ഉണ്ടായത് സാർ. അപ്പം ആ വീഴ്ചയിൽ ഞാൻ കുറച്ചു നേരം റോഡിൽ കിടന്നു. 2 കാലും ഫ്രാക്ചറായി. റൈറ്റ് കാലിൻ്റെ തൊടയലിൻ്റെ ഭാഗത്ത് വലിയ ഒരു പൊട്ടലും ഇടത് കാലിൻ്റെ ആംഗിൾ സൈഡിൽ 2 സൈഡിലും പൊട്ടലുണ്ടാവുകയും ചെയ്തു. പിന്നെ അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കുറച്ചു നേരം ഒരു ഡിലേ വന്നു. പിന്നെ ഞാൻ ബിലബസിലെ സ്റ്റാഫ് നഴ്സ് ആയിരുന്നതുകൊണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡോക്ടർ മുകിലിനെ എനിക്ക് ഞാൻ ശരിക്കും ആക്സിഡന്റ് ആയ സമയം ഇവിടെ എത്തുന്ന സമയം നമ്മൾ കുറച്ച് നേരം സമയം വന്നു സാർ. അവിടെ വേറെ 2 ആശുപത്രിയിൽ കൊണ്ടുപോയി കുറച്ച് സമയം വന്നു ഇവിടെ എത്താനായിട്ട്. ഇവിടെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫ് നഴ്സ് ആയിരുന്നത് കൊണ്ട് ഇവിടുത്തെ ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ മുകിൽ സാറിനെ എനിക്ക് പേഴ്സണലായിട്ട് നന്നായിട്ട് അറിയാമായിരുന്നു. സാറിന്റെ കൂടെ ഒത്തിരി കേസുകൾ അസിസ്റ്റ് ചെയ്ത് സാറിന്റെ കഴിവുകളെല്ലാം എനിക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അതെ സാർ, അറിയാമായിരുന്നു. അനുവിന്റെ ഇടുപ്പലിന്റെ കഴുത്ത് ഭാഗത്തായിട്ടാണ് ഈ പൊട്ടലുള്ളത്. അപ്പം ഇതിന് നമുക്ക് ഇതുവഴി ഒരു കമ്പി കയറ്റി ഒരു സ്ക്രൂ ഇവിടെ കൂടിയിട്ട് ഇത് ഫിക്സ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ആൾക്കിനി അങ്ങോട്ട് നടക്കാൻ പറ്റുള്ളൂ. കൊണ്ടുവന്ന് അന്ന് തന്നെ സർജറി ചെയ്യുകയുണ്ടായി. സാറ് പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിൽ വന്ന് എന്നെ കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് ഓപ്പറേഷന് മുന്നേ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ചെക്കപ്പുകളും ചെയ്ത് പെട്ടെന്ന് തന്നെ അന്ന് തന്നെ സർജറിക്ക് പോസ്റ്റ് ചെയ്യുകയുണ്ടായി സാർ. ടെൻഷൻ ഉണ്ടായിരുന്നു സാർ. ആ സമയം 2 കാലും ഉണ്ട്, ഫ്രാക്ചർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അപ്പൊ നടക്കാൻ പറ്റുമോ, കാരണം റോഡിൽ നിന്ന് തന്നെ എടുക്കുകയുണ്ടായത്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് നടക്കാൻ പറ്റുമോ സാധിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. മുകിൽ സാറിന്റെ ഒരുപാട് കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നന്നായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ നടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ? സാധാരണ നമ്മൾ അങ്ങോട്ടാണല്ലോ പേഷ്യന്റിനെ ആശ്വസിപ്പിക്കുന്നതും അല്ലെങ്കിൽ പേഷ്യന്റിനെ കൺസോൾ ചെയ്യുന്നതൊക്കെ നമ്മളാണല്ലോ അങ്ങോട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സിസ്റ്റർ അനു തിയേറ്ററിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തിയേറ്ററിൽ വരുന്ന പേഷ്യൻറ്റും അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു പേഷ്യൻ്റായി മാറിയപ്പോൾ എന്തായിരുന്നു സിസ്റ്റർ ഒരു അനുഭവം? സാർ, അതിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള പേഷ്യൻസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ശരിക്കും തിരിച്ചറിയാൻ പറ്റി. പിന്നെ ഇവിടെ വന്നപ്പോൾ നഴ്സുമാരാണെങ്കിലും വരുന്നുണ്ടെന്ന് വിളിച്ച് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ സാർ, ഇൻഫോംഡ് ആയിരുന്നു. വന്നപ്പോൾ തൊട്ട് വളരെ നല്ല നഴ്സിംഗ് കെയർ, ഡോക്ടേഴ്സിന്റെ കെയർ ആയാലും വളരെ നല്ല രീതിയിൽ, കാഷ്വാലിറ്റി ഡോക്ടേഴ്സ് ആയാലും ഡോക്ടർ മുകിൽ സാർ ആണെങ്കിലും പെട്ടെന്ന് വന്ന എല്ലാ കാര്യങ്ങളും വേഗം ചെയ്ത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. അതിൻ്റെ ഹിപ്പില് റൈറ്റ് സൈഡില് ഇന്റർട്രോക്കാൻഡ്രിക് ഫ്രാക്ചർ എന്ന് പറഞ്ഞൊരു ഫ്രാക്ചർ ആയിരുന്നു. പിന്നെ ഇടത്തെ കാലിൽ ആംഗിളിൽ അവിടെയും ഫ്രാക്ചർ ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ PFN നീലിങ്, അധികം ബ്ലഡ് പോകാത്ത രീതിയിൽ ഒരു കമ്പി അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിന് ബ്ലഡ് വളരെ HB7 ആയിരുന്നു. ആൾക്കാർ കുറച്ച് റീനൽ ഇഷ്യൂസൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ നമ്മളത് വളരെ ഫാസ്റ്റായിട്ട് സർജറി ചെയ്തു. അനസ്തേഷ്യ സൈഡിൽ നിന്ന് കുറച്ച് റിസ്കുകൾ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ സർജറി ഹാസ് ഗോൺ വെൽ. ഈ പോസ്റ്റ് ഓപ്പ് പീരീഡ് എങ്ങനെയായിരുന്നു? നമുക്ക് ഇതിന് ശേഷമുള്ള റിക്കവറി, അതിൽ ബുദ്ധിമുട്ടുകൾ വല്ലതും വന്നിരുന്നോ? കാരണം ഞാൻ കേട്ടത് ഒരുപാട് ബ്ലഡ് പോയെന്നും നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് 7 കുറഞ്ഞിരുന്നു സാർ. പിന്നെ എനിക്കൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ട വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി. ആണല്ലേ. പിന്നീട് ഫിസിയോതെറാപ്പി കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ഫിസിയോയില് ജിഗ്ന എന്ന് പറഞ്ഞ സ്റ്റാഫായിരുന്നു വന്നിരുന്നത്. വളരെ നല്ല സമീപനമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ 2 കാലിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാം പറഞ്ഞു തരികയും എല്ലാം ചെയ്തു സാർ. അപ്പൊ മൊബിലൈസേഷൻ ഒക്കെ പെട്ടെന്ന് തന്നെ നടത്തിയോ? മൊബിലൈസേഷൻ 2 കാലായതുകൊണ്ട് പെട്ടെന്ന് മൊബിലൈസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഒരു കാല് സപ്പോർട്ടിന് ഉണ്ടായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ കിടന്നുകൊണ്ട് തന്നെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർ 3 നേരം വന്ന് ചെയ്യിപ്പിക്കുമായിരുന്നു. പോസ്റ്റ് പീരീഡ് ഞാൻ കിടന്നപ്പോൾ റൂമിലേക്ക് വന്ന് അവർ ചെയ്യിപ്പിക്കുമായിരുന്നു. അല്ലാതെ എനിക്ക് വീട്ടിൽ ഡിസ്ചാർജ് ആയി പോയി കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുകയും ചെയ്തായിരുന്നു.
ശരിക്കും ഒരു ഹോൾ റിക്കവറി എത്ര സമയം എടുത്തു? സർ 4.5 മാസമാണ് എനിക്ക് 2 കാലും കൂടെ പൂർണ്ണമായിട്ട് തിരിച്ചു വരാനായിട്ട് എടുത്തത്. 4.5 മാസത്തിൽ 5 മാസം ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് തിരിച്ചു കയറി സർ. 5 മാസത്തെ തിരിച്ചു. അതെ സർ. ഞാൻ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, അന്ന് കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലേ പറഞ്ഞു? ഉണ്ടായിരുന്നു സർ. ഹസ്ബൻഡിന് സാരമായ പരിക്കുകളെല്ലാം ഉണ്ടായിരുന്നു? പുറത്തേക്കുള്ളതൊന്നും ഇല്ലായിരുന്നു സർ. കാലിനൊരു ഫുഡ് ഡ്രോപ്പ് പോലെ പെട്ടെന്ന് അദ്ദേഹം വണ്ടി വീഴാതിരിക്കാൻ പെട്ടെന്ന് ആഞ്ഞ് കാല് കുത്തി. പിടിച്ചു നിർത്തിയപ്പോഴത്തേക്കിനും കാല് ഇത് കുത്തിയപ്പോഴത്തേനും ഫുഡ് ഡ്രോപ്പ് പോലെ ആയിരുന്നു. അതിനുള്ള മാനേജ്മെന്റുകൾ MRI ഒക്കെ അന്ന് തന്നെ പെട്ടെന്ന് ചെയ്തു. ബാക്കി പെയിനുള്ള മെഡിസിനും കാര്യങ്ങളും ഒക്കെ തന്ന് ഹസ്ബൻഡും പൂർണ്ണമായി റിക്കവർ ചെയ്തു. റിക്കവറായി സർ. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിന്റെ തീർച്ചയായിട്ടും സിസ്റ്റർ അനു നമ്മുടെ സ്റ്റാഫാണ്. സ്റ്റാഫുകളിൽ നിന്നുള്ള പൂർണ്ണ സപ്പോർട്ടും ഡോക്ടേഴ്സിനും എല്ലാവരും അറിയുന്നുള്ളൂ നമ്മുടെ എല്ലാ ദിവസവും. എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്നുള്ള എല്ലാവരും ഫാമിലി എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു സർ. അപ്പം ഫാമിലിക്ക് ഇവിടെ ആണെങ്കിലും നിൽക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരുക്കി തന്നു. എല്ലാവർക്കും ഇമോഷണലി കുറച്ചൊരു ഇതായിരുന്നു. എന്നാലും അവർ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സ്, നഴ്സസ് എല്ലാവരും വളരെ നല്ല സമീപനവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നതുകൊണ്ട് അവരും വളരെ ഹാപ്പിയായി. പിന്നീട് അങ്ങനെ നല്ലതായിരുന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു മേജർ തിയേറ്ററിലെ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന നഴ്സ് ആയിരിക്കുന്ന സിസ്റ്റർ അനു, ഒരു പേഷ്യൻ്റായിരുന്ന സിസ്റ്റർ അനു, എങ്ങനെയാണ് സിസ്റ്റർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നത്? എളുപ്പമായിരുന്നോ അതോ ഒരു സാധാരണ രോഗിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സിസ്റ്റർ അനുവിനും ഉണ്ടായിരുന്നു? ആശങ്കകളും ടെൻഷനുകളും ആദ്യം ഉണ്ടായിരുന്നു സാർ. എങ്ങനെ പറ്റും, നടക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ബ്ലഡ് ലോസ് ഉണ്ടായപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും സാമീപ്യം കൊണ്ടും അങ്ങനെ എല്ലാ മാനേജ്മെന്റുകളും കൊണ്ടും നല്ല ഇതായിട്ട് പോയി സാർ. എന്തായാലും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നിരിക്കുന്നു. എനിക്കൊന്ന് വന്നതിന് ശേഷം ഇപ്പോൾ 10 കേസുകളോളം സിസ്റ്റർ അനു അസിസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അനുവിൻ്റെ കുടുംബത്തിനും അനുവിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. തലോടും താനേ കഥ തുടരും.